ഹായ്, ഇന്നത്തെ വീഡിയോ ഞാൻ തിരുവനന്തപുരം CTP നഗറിൽ ഒരു ലാഫിംഗ് ക്ലബ് നടത്തി വരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒന്ന് ചിരിക്കുന്നു. മനോഹരമായ ഒരു അനുഭവമാണ്. അപ്പം അതിലൂടെ എനിക്ക് ലഭിച്ച പല പ്രചോദനങ്ങളും ഞാനിവിടെ പങ്കുവയ്ക്കാം. അപ്പം ചിരിയുടെ പ്രാധാന്യം നമ്മൾ പറയാറുണ്ട്, ചിരിയാണ് ഏറ്റവും നല്ല മരുന്നെന്നല്ലേ? പക്ഷേ ചിരിയാണ് ഏറ്റവും നല്ലൊരു വ്യായാമവും. ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് എക്സസൈസ്. അപ്പം ഇന്ന് നമ്മൾ ചിരിയെ 3 തരത്തിൽ നമ്മൾ വിഭജിക്കും. ആദ്യത്തെ തരം ചിരി മറ്റുള്ളവരെ കളിയാക്കിയുള്ള ചിരി, മറ്റുള്ളവരുടെ തെറ്റുകൾ, മറ്റുള്ളവരുടെ അബദ്ധങ്ങൾ ഇതെല്ലാം നോക്കിയുള്ള ചിരി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രൂപം, ഭാവം, പെരുമാറ്റം ഇതെല്ലാം നോക്കിയുള്ള ചിരി. ഈ ചിരിക്ക് മറ്റുള്ളവരുടെ ആവശ്യമുണ്ട്, മറ്റുള്ളവരുടെ തോൽവികൾ. അപ്പം മറ്റുള്ളവരെ നോക്കിയുള്ള ചിരിക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു താമസിക് ചിരി എന്ന് പറയാം. ഒന്ന് ഓർത്തു നോക്കൂ. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ചിലപ്പം മറ്റ് ജീവികളെ ഉപദ്രവിച്ച് നമ്മൾ ചിരിക്കാറുണ്ട്. വഴിയെ പോകുമ്പോൾ ഒരു പട്ടിയെ കാണുമ്പോൾ ഒരു കല്ലെറിഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്ത് കാണും. അപ്പോൾ മറ്റുള്ളവർ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിരി, ഇതാണ് ഒന്നാമത്തെ തരത്തിലുള്ള ചിരി. അപ്പം നമ്മൾ ചിരിക്കുന്നു, മറ്റുള്ളവർ വേദനിക്കുന്നു. ശരിയാണോ ഇങ്ങനത്തെ ചിരി? ചിന്തിച്ച് നോക്കും. എല്ലാവരും ഇനിയും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി രണ്ടാമത്തെ തരം ചിരി, യൂട്യൂബ് വീഡിയോസ്, തമാശകൾ, കോമഡി ഷോസ് ഇതെല്ലാം നമ്മളെ ചിരിപ്പിക്കുന്നു. ശരിക്കും നോക്കിയാൽ നമ്മുടെ കൂടുതൽ ചിരികൾ ഇങ്ങനെ ബാഹ്യമായി എക്സ്റ്റേണലി ഇൻഡ്യൂസ് ലാഫ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഫലിതങ്ങൾ, തമാശകൾ കണ്ടുള്ള ചിരിയാണ്. ശരിയാണോ? പക്ഷെ ഈ ചിരി ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല, ആർക്കും ഒരു ദുഃഖവും കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് ശരിക്കും നല്ലൊരു മാറ്റം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്നു. നല്ല ഹാപ്പി ഹോർമോൺസ് ബോഡി ജനറേറ്റ് ചെയ്യുന്നു. യു ഫീൽ ഗുഡ്. പക്ഷെ ഈ ചിരിക്ക് വേറൊരു വശമുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ബാഹ്യമായ കാരണങ്ങൾ കൂടുതൽ വേണ്ടി വരുന്നു. ഇതൊരു അഡിക്റ്റീവ് ആവുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലെല്ലാം പല വീഡിയോകൾ കണ്ട് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളെ ഒരു തരത്തിൽ ബന്ധികളാക്കുന്നു, അല്ലെങ്കിൽ അഡിക്ട്സ് ആക്കുന്നു. എന്നാലും ഇത് നമുക്കൊരു നല്ലൊരു മാറ്റം ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്നു. ശരിയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ രണ്ടാമത്തെ തരം ചിരി. ഇനി അപ്പം ഈ രണ്ടാമത്തെ തരം ചിരിക്ക് രാജസിക് ചിരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരെയും നമ്മൾ ഉപദ്രവിക്കുന്നില്ല, പക്ഷേ നമുക്ക് നിരന്തരം ഇങ്ങനെ ചിരിക്കാനുള്ള കാരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. തമാശകൾ ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, തമാശകൾ കിട്ടിക്കൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ തരം ചിരി, ഈ ചിരി നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ചിരി. നമ്മളെ നോക്കി നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു ചിരി. നമ്മുടെ പെരുമാറ്റം നോക്കി ചിരിക്കാം, നമ്മുടെ രൂപം നോക്കി ചിരിക്കാം, നമ്മുടെ പ്രായം നോക്കി ചിരിക്കാം, നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നോക്കി ചിരിക്കാം, ഭാവിയിലെ അൺസർട്ടനിറ്റീസ്, അനിശ്ചിതത്വം നോക്കി ചിരിക്കാം. അപ്പൊ ചിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് നമ്മളെ തന്നെ നോക്കി. ശരിയാണോ? ഈ മൂന്നാമത്തെ ചിരിയാണ് സാത്വിക് ചിരി എന്ന് നമുക്ക് പറയാം. ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, ഒരു പ്രത്യേകിച്ച് കാരണവും നമുക്ക് ആവശ്യമില്ല, നമ്മൾ തന്നെ നോക്കിയുള്ള ചിരി. അങ്ങനെ ആ മൂന്നാമത്തെ ചിരിയിലൂടെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു മന്ദഹാസത്തിൽ എത്താൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ നോക്കി നമുക്ക് ചിരിക്കാൻ സാധിക്കുന്നു. ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സിനെ നോക്കി ചിരിക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. അപ്പം മനസ്സിന്റെ അടിമകളായി ജീവിക്കാതെ മനസ്സിനെ നോക്കി നമുക്ക് ചിരിച്ച് നീങ്ങാം. എല്ലാവരും ഇനിയും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത്. നമസ്കാരം.